ദളപതി 69 ആണ്. ദളപതി വിജയ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങും മുമ്പ് ചെയ്യാൻ പോകുന്ന അവസാന ചിത്രം എന്നുള്ള ലെവലിൽ നമ്മളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ദളപതി 69ന്റെ അനൗൺസ്മെന്റ് എന്നാണ് വരിക എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടുള്ള കുറേ ചർച്ചകളും കാര്യങ്ങളും അല്ലെങ്കിൽ കുറേ സംസാരങ്ങളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഏറെക്കുറെ അറിയുന്ന വിവരം ജൂലൈ മാസം, അതായത് ഈ മാസം അവസാനത്തോട് കൂടിയിട്ട് ദളപതി 69ന്റെ അപ്ഡേറ്റ് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സെപ്റ്റംബർ 5 ഗോട്ട് റിലീസ് ചെയ്തതിന് ശേഷമായിരിക്കും വരാനും ചാൻസ്. ഒന്നും പറയാറായിട്ടില്ല. കാരണം ഒരു പൊളിറ്റിക്കൽ സ്റ്റോറിയാണ് പുള്ളിക്കാരൻ ഈ സിനിമയിൽ സെലക്ട് ചെയ്തതെന്നാണ് നമ്മൾ അറിയുന്ന വിവരം. എച്ച് വിനോദാണ് ഡയറക്ടറായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. KVN പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസ് ആണ്, കന്നഡ ബേസ്ഡ് പ്രൊഡക്ഷൻ ഹൗസ് ആണ്. അവരാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കിട്ടുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ പ്രകാരം സമന്തനെ ഒരു വലിയൊരു ലീഡ് റോളിൽ ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട്. എത്രത്തോളം സത്യമാണെന്ന കാര്യം നമുക്കറിയില്ല. തെറി അല്ലെങ്കിൽ നമ്മുടെ കത്തി, ഈ രണ്ട് സിനിമകളിലാണ് ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത്. രണ്ട് ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. ഇപ്പൊ ഈ രണ്ട് സിനിമയ്ക്ക് ശേഷം മൂന്നാമത് ഈ ദളപതി 69 വീണ്ടും വരികയാണ്. അപ്പോൾ ദളപതി 69 എന്തായാലും 68നേക്കാളും കൂടുതൽ, അതായത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിനേക്കാളും കൊണ്ട് പ്രതീക്ഷകളും എക്സ്പെക്ടേഷൻസും കൂടാൻ ഭയങ്കര ചാൻസുള്ള സിനിമ തന്നെയായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താൽക്കാലികമായ ഇടവേളയ്ക്ക് മുമ്പുള്ള ഒരു സിനിമയാണ് ദളപതി 69. ഒരു പൊളിറ്റിക്കൽ ബേസ്ഡ് സിനിമ എന്ന് പറയുന്നുണ്ട്. എച്ച് വിനോദ് കമൽഹാസന് വേണ്ടി ഡയറക്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. ആ പ്രൊജക്ടിന്റെ ആണെന്ന് പറയുന്നുണ്ട്. സോ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുമ്പോൾ കുറെ സോഷ്യൽ മെസ്സേജസ് കൊടുത്തുകൊണ്ട് ഇറങ്ങാനുള്ള പ്ലാൻ ആയിരിക്കും. എന്തായാലും സമന്ത ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ് ലേറ്റസ്റ്റ് കിട്ടുന്ന വിവരം. ബാക്കിയുള്ള അപ്ഡേറ്റ്സ് എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. അപ്പോൾ കിട്ടുന്ന അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.